MDMA കേസിലെ അധ്യാപികമാരിൽ മുഖ്യപ്രതി കീർത്തനയെന്ന് പോലീസ്. കീർത്തന കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ കോടതിയിൽ ചെന്നപ്പോൾ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് കീർത്തന പറഞ്ഞു താൻ നിരപരാധിയാണ്, തൻ്റെ 2 അക്കൗണ്ട് പരിശോധിച്ച് അത് മനസ്സിലാവുമെന്ന്. എന്തൊരു ഡിഫൻസാണ് അവർ പറയുന്നതെന്ന് മനസ്സിലായില്ല. ഏതായാലും കീർത്തനയും തൻ്റെ കൂട്ടുപ്രതികളായ 2 അധ്യാപകന്മാരും അവരുടെ മൊബൈൽ ഫോണുള്ള പല കോളുകളും പല ഡീറ്റെയിൽസും അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അതൊക്കെ തീർച്ചയായിട്ടും പോലീസ് ശാസ്ത്രീയമായി അത് തിരിച്ചെടുക്കും, അവർക്ക് പൂട്ട് വീഴുകയും ചെയ്യും. വരകട സബ് ഇൻസ്പെക്ടർ ഷമീർ കൊടുത്ത കസ്റ്റഡി അപേക്ഷയിൽ കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്ന് 2 പേരുടെ അക്കൗണ്ടിൽ മറ്റ് 2 അധ്യാപകന്മാരുടെ അക്കൗണ്ടിലേക്ക് പണം പോയതായിട്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പണമെല്ലാം ഡെലിവറി ബോയ് ആയ 22 വയസ്സുകാരനെ ആ പണം മുഴുവൻ അയാളുടെ അക്കൗണ്ടിൽ ചെന്നിരിക്കുന്നു. അയാളിൽ നിന്നത് മറ്റൊരു 22-21 വയസ്സുകാരനായ ഷിൻഡോ ഷിബുവിലേക്കും പോയിരിക്കുന്നു. ഡെലിവറി ബോയ് ആയ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പല അക്കൗണ്ടിലേക്കും പണം പോയിരിക്കുന്നത് കീർത്തനയുടെ അക്കൗണ്ടിൽ നിന്നാണ്. അതെല്ലാം ചെറിയ ചെറിയ തുണ്ട് അക്കൗണ്ടുകളാണ്. അതെങ്ങനെ ഇവർ അക്കൗണ്ട് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പത്രക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടെന്നും അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം അവർക്ക് എതിരായി നല്ല തെളിവുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടി വീണ് കഴിഞ്ഞു. അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്നുള്ള ചിന്തകളൊക്കെ വെറുതെയാണ്. കാരണം പല ആൾക്കാരും ചെറിയ ചെറിയ MDMA 1 ഗ്രാം 1/2 ഗ്രാം അല്ലെങ്കിൽ അങ്ങനെ വാങ്ങുന്ന പണം മുഴുവൻ അയച്ചു കൊടുക്കുന്നത് ഈ 3 ടീച്ചർമാരുടെ അക്കൗണ്ടിലേക്കാണ്. അവിടുന്ന് ആ പണം മുഴുവൻ ഡെലിവറി ബോയിയുടെ അക്കൗണ്ടിലേക്ക് പോകും. അയാളുടെ അക്കൗണ്ടിൽ നിന്നാണ് ഷിൻഡോ ഷിബുവിലേക്ക് ഈ പണങ്ങളെല്ലാം കോടിക്കണക്കിന് രൂപ പോയിരിക്കുന്നത്. ഷിജിൽ മാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഷിൻഡോയും അവിടെ ഒന്നിച്ച് പഠിച്ചിരുന്നു. വ്യത്യസ്തമായ വിഷയങ്ങളാണ് പഠിച്ചിരുന്നെങ്കിലും 2 പേരും അന്ന് മുതലേ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നവരുമാണ്. അന്ന് മുതൽ ശകലം പണമൊക്കെ ഉണ്ടാക്കാൻ ഡ്രഗ്സ് മുഖേന അവർക്ക് സാധിച്ചു. അതിനുശേഷം കൂടുതൽ സാമ്പത്തിക ലാഭം ഇതിൽ നിന്ന് ലഭിക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് ബാംഗ്ലൂർ പോയി നേരിട്ട് ആ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരെ പിടിക്കപ്പെടാതിരിക്കാൻ ഈ രീതിയിലുള്ള ടീച്ചർമാർ മുഖേന അത് വളരെ വിപുലമാക്കി. ഏതായാലും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ടീച്ചർമാർ എന്നുള്ള കാര്യങ്ങളുടെ വടകര സബ് ഇൻസ്പെക്ടർ അന്വേഷിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷമീറിൻ്റെ കസ്റ്റഡി നോട്ടിലും ഇക്കാര്യം പറയുന്നു. കുട്ടികളെ ദുരുപയോഗം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമുണ്ടെന്ന് ആ റിമാൻഡ് ആപ്ലിക്കേഷനിൽ പറയുന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിനാണ് ഓൺലൈൻ പേയ്മെൻറ്റുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം, ഏത് രീതിയിൽ ആരയച്ചു കൊടുത്തവരെല്ലാം ഡ്രഗ്സ് കേസിലൊക്കെ പിടിക്കപ്പെട്ടവരോ അത് വാങ്ങിയവരോ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം ഈ ടീച്ചർമാർക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഏകദേശം 10-20 വർഷം തടവ് ശിക്ഷ തന്നെയായിരിക്കും വിധിയെന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയത്ത് ഷിൻഡോ ഷിബു എന്നയാൾ അയാൾ 22 വയസ്സേ ഉള്ളൂ എങ്കിലും അയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം മുതൽ ഈ ഡ്രഗ്സിനകത്ത് വ്യാപാരത്തിലെ അഗ്രഗണ്യനായിരുന്നു. ധാരാളം പണം അന്നുപോലെ ഉണ്ടാക്കി. ഇപ്പം ലാർജ് സ്കെയിലാണ് ഉണ്ടാക്കുന്നത്. അത് ബാംഗ്ലൂരിൽ നിന്ന് മൊത്തമായി കേരളത്തിലേക്ക് ഈ ഡ്രഗ്സ് കൊണ്ടുവരികയാണ്. അത് ചില്ലറ വിൽപ്പന എവിടെയാണ് അത് സോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പാക്കറ്റ് ചെയ്ത് ഏത് ഭാഗത്താണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം പണം വരുന്നതിനെ പറ്റിയാണ് നമ്മൾ 3 ടീച്ചർമാരെ കണ്ടെത്തിയത്. അല്ലെങ്കിൽ ആ പണം കൊടുക്കുന്ന ഡെലിവറി ബോയിയെ അയാളെ നമുക്ക് കണ്ടെത്തിയിട്ട്. പക്ഷേ ഇത് എവിടെയാണ് ഇത് പൊതിയുന്നത്, എവിടെയാണ് ഹോൾസെയിൽ കൊണ്ടുവന്ന് വെക്കുന്നത്, ആരാണിത് ചെറിയ ചെറിയ പൊതികളായി സോർട്ട് ചെയ്യുന്നത്, അതിനുശേഷം ഇത് ഡെലിവറിയിലേക്ക് വരും. അത് ഈ ടീച്ചർമാരുടെ കയ്യിൽ പണം, അവരുടെ അക്കൗണ്ടിൽ പണം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇരിക്കുന്ന സ്ഥലം എവിടെ ഞങ്ങൾ വെക്കും, അവിടെ പോയി സാധനം എടുത്തോളൂ, പോലീസും പിടിക്കില്ല, ആരെയും പിടിക്കില്ല, ഒറ്റയ്ക്ക് നടന്നു പോയി
ആ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്താൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. ഈ കേസിൻ്റെ വിൽപ്പനയിലൊരു വിജയം അവിടെയാണ്. കാരണം പിടിക്കാൻ കഴിയത്തില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഒരാൾ പതുക്കെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിലോ ഒരു കല്ലിനടിയിലോ അല്ല കലിങ്ങിൻ്റെ അടിയിലോ അല്ല ഇന്ന കെട്ടിടത്തിൻ്റെ ഈനി മൂലയിലോ ഒരു ചെറിയ പൊതി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കത്തില്ല. അവിടെ നിന്ന് എടുത്തുകൊണ്ട് നടന്നു പോകുമ്പം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് വിൽപ്പന വളരെ കൃത്യമാണ്, പിടിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനമുണ്ട്. പണം വന്നതും അത് പക്ഷേ 1, 2, 3, 4 ആണെങ്കിൽ നമുക്ക് മറ്റ് കള്ളമൊക്കെ പറഞ്ഞ് പിടിച്ച് നിൽക്കാം. ഇത് ഈ സ്മോൾ ഇൻസ്റ്റാൾമെൻറ്റ് ചെറിയ ചെറിയ തുകകൾ ലക്ഷക്കണക്കിനാണ് വന്നിരിക്കുന്നത്. 1 കോടി രൂപയോളം ഡെലിവറി ബോയ് ഷിൻഡോ ഷിബുവിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ടീച്ചർമാർക്ക് എന്തായാലും മോചനമില്ല. മറ്റു ടീച്ചർമാരാരെങ്കിലും ഇതിൻ്റെ ഇടപാടിൽ പങ്കിട്ടിട്ടുണ്ടോ? ഇവരെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും കുട്ടികളോ മറ്റാരെങ്കിലും ഇവരോടൊപ്പം ചേർന്നിട്ടുണ്ടോ? കുട്ടികളെ, സമൂഹത്തിലുള്ള കുട്ടികളെ ഈ ടീച്ചർമാരെ അവരെ നല്ല രീതിയിൽ നയിച്ച് നല്ല ജീവിതമാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകേണ്ട ആ ടീച്ചർമാർ തന്നെ അവരെ സാമൂഹ്യദ്രോഹികളാക്കി മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അവരെ 20 വർഷമകത്ത് കടന്നേ പറ്റുള്ളൂ. കാരണം ഇതിനകത്തുനിന്ന് അവർക്കൊരു മോചനം ലഭിക്കില്ല. കാരണം ഒരു ഇൻസിഡൻറ്റ് മതി. കാരണം ടീച്ചർമാരുടെ സ്റ്റാറ്റസ് നമുക്കറിയാം. അവർ ലഹരി സാധനങ്ങൾ 1, 2, 3 പേർക്ക് കൊടുത്താൽ പോരെ. സമൂഹത്തിൽ അവർ പുഴുക്കുത്തുകളാണ്, അവരെ നമുക്ക് ആവശ്യമില്ല. അവരെ നമുക്ക് നിഷ്കാസനം ചെയ്യണം അവരുടെ പദവിയിൽ നിന്ന്. മറ്റൊന്ന്, അവരെ സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളില്ല. ഇവിടെ അങ്ങനെയല്ല. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് 10000 കണക്കിന് ട്രാൻസാക്ഷൻസാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ പണം വന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത്ര രീതിയിൽ ഒന്നും ഇതിനകത്ത് ഊരിക്കൊണ്ട് പോകാൻ ഒക്കില്ല സാറുമാരെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് ഈ കണ്ണിയിൽ വേറെ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. 1 കോടി രൂപ വരെ ഡെലിവറി ബോയ് അയച്ചു കൊടുത്ത ഷിൻഡോ ഷിബുവിനെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അയാൾ ബാംഗ്ലൂരിലുണ്ടോ ഇന്ത്യ വിട്ടു പോയോ എന്നും അറിയത്തില്ല. സാമ്പത്തികമായ നല്ല ഉന്നതിയിൽ തന്നെയാണ് അയാൾ. അയാളുടെ ബോസ് ആരാണ്, ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം ഈ കേസിൻ്റെ അന്വേഷണ മധ്യേ കണ്ടെത്തേണ്ട ഫാക്റ്റുകളുണ്ട്. അതുകൊണ്ട് പോലീസിന് എല്ലാ ആശംസകളും നൽകുന്നു. പ്രത്യേകിച്ച് ഈ ടീം, ഈ കേസ് അന്വേഷിക്കുന്ന ടീമിനെ നമുക്ക് പ്രകൃതിക്കായിരിക്കാൻ കഴിയില്ല. ഇങ്ങനെയൊരു ട്രാക്ക് കണ്ടെത്തിയത് വലിയ ആശ്ചര്യജനകമാണ്, വലിയ അത്ഭുതകരമാണ്. കാരണം അതിലേക്ക് പോലീസ് എത്തി നടപടികൾ തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്.